ഇന്ത്യൻ പാർലമെന്റിന്റെ നേർചിത്രമായി യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ച് കോട്ടയം വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രസിഡന്റ്, സ്പീക്കർ, സെക്രട്ടറി ജനറൽ, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ജനപ്രതിനിധികൾ എന്നിവരുടെ റോളുകൾ വിദ്യാർത്ഥികൾ തനിമ ചോരാതെ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തിന്റെ പ്രവർത്തന രീതികൾ കുട്ടികൾക്ക് നേരിട്ട് അനുഭവവേദ്യമാക്കിക്കൊണ്ടായിരുന്നു മോഡൽ പാർലമെന്റ് സംഘടിപ്പിച്ചത്. ഒരു പാർലമെന്റ് സമ്മേളനത്തിന്റെ എല്ലാവിധ ക്രമീകരണങ്ങളോടെയും സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റിൽ വിദ്യാർത്ഥികളും ഏറെ ആവേശഭരിതരായാണ് പങ്കെടുത്തത്. പ്രസിഡന്റ്, സ്പീക്കർ, സെക്രട്ടറി ജനറൽ, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ജനപ്രതിനിധികൾ എന്നിവരുടെ റോളുകളും വിദ്യാർത്ഥികൾ ഏറെ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. തെലുങ്കാന പ്രക്ഷോഭമാണ് അദ്ദേഹത്തെ ഡൽഹിയിൽ എത്തിച്ചത്. 1974 സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFIയിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചേർന്ന് പ്രവർത്തിച്ചു. SFIയുടെ നെടുംതൂണായ അദ്ദേഹത്തെ പിന്നീട് CPIMന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റിന്റെ ക്രമീകരണങ്ങളായ പ്രസ് ഗ്യാലറി, വിസിറ്റേഴ്സ് ഗ്യാലറി, നടുത്തളം എന്നിവയെല്ലാം ക്രമീകരിച്ച യൂത്ത് പാർലമെന്റിൽ പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനത്തോടെയായിരുന്നു നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. All the newly elected members of the 18th Lok Sabha, you all are here after winning the trust of the country. Very few get this privilege to serve the nation and the people. I am confident that you will fulfill your responsibilities. തുടർന്ന് ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ, ചോദ്യോത്തരവേള, 0 അവർ എന്നിങ്ങനെയുള്ള ഓരോ നടപടിക്രമങ്ങളും ഇന്ത്യൻ പാർലമെന്റിന്റെ യഥാർത്ഥ രീതികളോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവതരിപ്പിക്കപ്പെട്ടു. ஹரிசங்கர் என்றும் நான் மாடல் பார்லமெண்டில் ஒரு உறுப்பினராக தேர்வு செய்யப்பட்டுள்ளேன். நான் எனக்கு கொடுக்கப்பட்டுள்ள கடமை செய்வேன் என்றும் நான் பாரதத்தில் அரிசி அமைதேன் ஒன்று நினைத்து நிலை நாட்டுவேன் என்றும் என் கடமைகளை நேர்மையுடன் மேற்கொள்வேன் என்று கடவுளின் நாமத்தில் உறுதிமொழி அளிக்கிறேன். സ്ക്രീൻ സമയം കൂടുന്നതിലൂടെ ഒട്ടേറെ പ്രശ്നങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും കുട്ടികളിലുള്ളതായും കായികാരോഗ്യം കുറയുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ കൂടുതൽ സമയം മൊബൈൽ, ഓൺലൈൻ എന്നിവ ഉപയോഗിക്കുന്നത് കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കുട്ടികളുടെ കണ്ണിനെയും ബുദ്ധിവികാസത്തെയും അത് ബാധിക്കുന്നതാണ്. കുട്ടികളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ വിദ്യാലയങ്ങൾക്ക് നൽകുന്നതാണ്. രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തുകയും കുട്ടികളിൽ പാഠ്യേതര വിഷയങ്ങളിൽ പ്രോത്സാഹനം നൽകാൻ ശ്രദ്ധിക്കുകയും വേണം. പുസ്തകങ്ങൾ രചിക്കുകയും വ്യാപകമായി പ്രചരിക്കുന്ന ദിനപത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസിനായി ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് എന്ന 2 ആഴ്ചയിലൊരിക്കൽ കോളം എഴുതുകയും ചെയ്തു. പാർട്ടിയുടെ ദ്വൈവാര പത്രമായ പീപ്പിൾസ് ഡെമോക്രസി 20 വർഷത്തോളം അദ്ദേഹം എഡിറ്റ് ചെയ്തു. മഹത്തായ പാർലമെന്ററി ജനാധിപത്യം നിലവിലുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു സംസ്ഥാന സർക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സും സംയുക്തമായി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്കായി യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത്. യൂത്ത് പാർലമെന്റിന് മുന്നോടിയായുള്ള ഉദ്ഘാടനം വാകത്താനം സ്റ്റേഷനിലെ SI അനീഷ് PB നിർവഹിച്ചു. കാരണം നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ പല ചെറിയ സിറ്റി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ല, നമ്മുടെ ഏതൻസ്, ഗ്രീസ് എന്നൊക്കെ നമ്മൾ കണ്ടില്ല സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ആ പുരാതന കാലത്ത് സിറ്റി സ്റ്റേറ്റ്സ് എന്നൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവിടെ സഭയെന്നും സമിതി എന്നും പേരുള്ള ഈ പാർലമെന്ററി സിസ്റ്റത്തിന് സമാനമായ രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം അവിടെ നിന്ന് ജനങ്ങളുടെ അഭിപ്രായം എന്താണോ അത് മാനിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. വാകത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ ഐച്ചീരൻ, സ്കൂൾ PTA പ്രസിഡന്റ് എജി പറപ്പാട്ട്, പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ജേക്കബ് പാത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം പൊളിറ്റിക്കൽ സയൻസ് അധ്യാപിക നീന മുഹമ്മദ് പരിപാടികൾക്ക് കോർഡിനേറ്ററായും പ്രവർത്തിച്ചു. കേരളത്തിലെ സ്കൂളുകൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കേണ്ട ഈ മത്സരത്തിൽ കോട്ടയം ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന 2 സ്കൂളുകളിൽ ഒന്നാണ് വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ. യൂത്ത് പാർലമെന്റ് മത്സരമായി സംഘടിപ്പിക്കുന്നതിനാൽ സംസ്ഥാനതലത്തിലുള്ള വിധികർത്താക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു യൂത്ത് പാർലമെന്റും ഇവിടെ അരങ്ങേറിയത്. ACV ന്യൂസ്, കോട്ടയം.